Hi friends, welcome back to our channel. മൂന്നാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4 കൂട്ടുകൂടാം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 കൂട്ടുകൂടാം എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി എവിടുന്ന സ്റ്റോൾ 5 കളിക്കാം രസിക്കാം. അപ്പോൾ ഇനി 5ാമത്തെ സ്റ്റോൾ മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 2 തവണ ടോക്കൺ എറിയൂ. കിട്ടിയ സംഖ്യകളുടെ തുക കണക്കാക്കുക. അപ്പോൾ എന്താണ്, കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ടോക്കൺ എറിയുമ്പോൾ 2 നമ്പേഴ്സ് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 2 നമ്പേഴ്സും കൂടിയിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ബിബിയുടെ രീതി അതുപോലെ ജെബിയുടെ രീതി പറഞ്ഞിട്ട് 2 രീതി തന്നിട്ടുണ്ട്. അപ്പോൾ ബിബിയുടെ രീതി എങ്ങനെയാണ്? 237ഉം 146ഉം ആണ് ടോക്കൺ വീഴ്ത്തിയപ്പോൾ കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 237 എങ്ങനെ എഴുതി? 200 + 30 + 7 + 100 അങ്ങനെ 237 നമ്മൾ 200 + 30 + 7 എന്ന് എഴുതി. ഇനി 146 100 + 40 + 6 എന്നും എഴുതി. ഓക്കെ, എന്നിട്ട് അത് കൂട്ടി പോയി ലാസ്റ്റ് നമുക്ക് 383 എന്ന് കിട്ടി. ഇനി ജബിയുടെ രീതിയാണെങ്കിലോ 237 230 എന്ന് എഴുതി. ദെൻ ആ ബാക്കിയുള്ള 7 എഴുതി. അങ്ങനെ കൂട്ടിയപ്പോഴും ലാസ്റ്റ് ആൻസർ 383 എന്ന് കിട്ടി. അപ്പോൾ എന്താ, 2 സംഖ്യ കൂട്ടുന്ന പല രീതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ കൂട്ടാം? ഇനി നമുക്ക് സിമ്പിളായിട്ട് 237 + 146 നമുക്ക് ഇങ്ങനെ കൂട്ടിയാൽ 383 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി എന്താ, 100കൾ 10കൾ 1കൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. 2 1 3 4. അതെന്താ, 100ൻ്റെ 2 എണ്ണം, 10കളുടെ 3 എണ്ണം, 1കളുടെ 7 എണ്ണം. അല്ലെങ്കിൽ നമുക്ക് എന്താ, 100കളുടെ 1ഉം 10കളുടെ 4ഉം 1കളുടെ 6ഉം എല്ലാം കൂട്ടിയാലും നമുക്ക് ഈ സെയിം 383 തന്നെ നമുക്ക് കിട്ടും. 237നോട് 146 കൂട്ടിയാൽ 383 കിട്ടും. എന്താണ് കൂട്ടുകാരെ, 237ൻ്റെ കൂടെ നമ്മൾ 146 കൂട്ടിയാൽ നമുക്ക് 383 കിട്ടും. അങ്ങനെയാണെങ്കിൽ 236നോട് 148 കൂട്ടിയാൽ എത്ര കിട്ടും? അതായത് 236 എന്ന് പറഞ്ഞാൽ ഈ 237ൽ നിന്ന് 1 കുറച്ചതാണ്. ഓക്കെ, ഇനി 146 എന്ന് പറഞ്ഞാൽ 2 കൂട്ടിയതാണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 383ൻ്റെ കൂടെ 1 കൂട്ടിയ 384 ആയിരിക്കും ഉത്തരം. അപ്പോൾ ഡൗട്ടുള്ള കൂട്ടുകാർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി എന്താ, ഇനി എനിക്ക് കിട്ടിയ സംഖ്യകൾ എന്താണ്? നമുക്കും ടോക്കൺ എറിഞ്ഞ് കളിക്കാം. ഒരാൾക്ക് 2 തവണ എറിയാം. ഓരോ തവണയും കിട്ടിയ സംഖ്യകളുടെ തുക കാണും. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഈ ബിബിൻ ജെബിയും എറിഞ്ഞ പോലെ നമ്മളും ടോക്കൺ എറിഞ്ഞിട്ട് 2 സംഖ്യകൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു സംഖ്യ എടുക്കാം. ഏതൊക്കെ എടുക്കാം? നമുക്ക് 354ഉം അതുപോലെ തന്നെ 256 നമുക്ക് ഇട്ട് നോക്കാം. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് ആഡ് ചെയ്യണം. പേജ് മാറിപ്പോയതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് സം ചെയ്തിട്ട് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിച്ചാൽ കൂട്ടുകാർ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക? 354 + 256. ഇനി എത്ര? 6ൻ്റെ കൂടെ 4 കൂട്ടിയ 6 കഴിഞ്ഞാൽ 7 8 9 10. അപ്പോൾ 10ൻ്റെ നമ്മൾ 0 താഴെ ഇട്ടു, 1 മേലെ ഇട്ടു. 5 5 10 10 ബാക്കി 1 11 ബാക്കി 1 മേലെ ഇട്ടു. 3 4 5 6. അപ്പോൾ ആൻസർ എത്രയാണ്? 610. ഓക്കെ, ഇനി വേറെ 2 സംഖ്യകൾ നമുക്ക് എടുക്കാം. നമുക്ക് ഏത് സംഖ്യകൾ എടുക്കാൻ പറ്റും?
നമുക്ക് 312 അതുപോലെ തന്നെ 145 എടുക്കാം. അപ്പം 312ൻ്റെ കൂടെ 145 കൂട്ടിയ 5ൻ്റെ കൂടെ 6, 7, 4 കഴിഞ്ഞാൽ 5, 3 കഴിഞ്ഞാൽ 4, 457 കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സാമിന് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. വമ്പനെ കണ്ടെത്തൂ. അപ്പോൾ എന്താണ് ഇതിൽ ഏറ്റവും മേലെ എന്താണ് വരിക എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എന്താണ് 199ഉം 65ഉം കൂടി നമുക്ക് കൂട്ടി നോക്കാം. 9, 5, 14 ബാക്കി 1, 9, 10, 16, 164. ആ 164 ഈ മേലെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് സംഖ്യ വരും? 199ൻ്റെ കൂടെ 146 ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 9ഉം 6ഉം എത്രയാണ്? 9ഉം 6ഉം 15, ബാക്കി 1, 9, 10, 10, 14 ബാക്കി 1, 245. എത്രയാണ് കൂട്ടുകാരെ? 245 ഇവിടെ വരിക. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 146ഉം 99ഉം കൂട്ടുക. 9, 6ഉം 9ഉം 15, ബാക്കി 1, 9, 10, 14 ബാക്കി 1, 245. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 245 എന്ന് കിട്ടി. അപ്പോൾ ഇനി 590 ശരിയാണോ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിയാണോ നോക്കാൻ 245ഉം 245ഉം കൂടി നമ്മൾ കൂട്ടി നോക്കണം. അപ്പോൾ 5, 5, 10, ബാക്കി 1, 4, 4, 8, 8, 1, 9, 2, 2, 4. അപ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്താണ് ഇവിടെ നോക്കുമ്പോൾ ഒരു 1 ബാക്കിയുണ്ട്. ഇവിടെ 345 വരിക. അത് ജസ്റ്റ് ഒന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. അപ്പോൾ 345. അപ്പോൾ 345ഉം 245 അപ്പോൾ ഇവിടെ ഒരു 3 കൂടും. അപ്പോൾ 3, 2 എന്താണ്? 5. അപ്പോൾ നമുക്ക് 590 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ഇവിടെ എത്രയായിരിക്കും? അപ്പോൾ ഇനി നമുക്ക് ഈ സംഖ്യ കണ്ടുപിടിക്കണം. ഈ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 164ഉം 245ഉം കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ 5ഉം 4ഉം 9, 6ഉം 4ഉം 10, ബാക്കി 1, 2, 3, 4, 409 എന്ന് കിട്ടും. ഇനി എന്താ? ഇനി ഏറ്റവും ടോപ്പിലത്തെ ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 590 + 409 ചെയ്ത് നോക്കുക. അപ്പോൾ 9, 9, 5, 4, 9. അപ്പോൾ ആൻസർ എത്രയാണ്? 999 നമ്മുടെ ടോപ്പിൽ വരുന്ന ആ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 999. അപ്പോൾ എന്താണ്? ഈ 2 സംഖ്യ കൂടി ആഡ് ചെയ്താൽ മേലത്തെ കിട്ടും, ഇതും കൂടി കൂട്ടിയാൽ മേലത്തെ കിട്ടും, ഇതും മേലത്തെ കിട്ടും. അങ്ങനെ കൂട്ടി പോയാൽ നമുക്ക് ലാസ്റ്റത്തെ ആൻസർ കിട്ടും. അപ്പോൾ കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഇനി സ്റ്റോൾ 6 സംഖ്യകളുടെ അത്ഭുത ലോകം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ്. ആദ്യ വരിയിലെ സംഖ്യകൾ കൂട്ടി നോക്കൂ. അതേ തുക കിട്ടുന്ന രീതിയിൽ മറ്റു കളങ്ങൾ പൂർത്തിയാക്കൂ. അപ്പോൾ ആദ്യ കളം എന്ന് പറഞ്ഞാൽ ഇതാണ്. 8 + 1 + 6 8 + 1 9, 9 + 6 എത്രയാണ്? 15. അപ്പോൾ ഇങ്ങനെ കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടിയാൽ നമുക്ക് 15 വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഏത് സംഖ്യ നമുക്ക് വെക്കാനായിട്ട് പറ്റും? 8 കഴിഞ്ഞാൽ 9, 10, 11. 11 ഇപ്പോൾ കിട്ടുക. 11, 15ലേക്ക് എത്താൻ എത്രയാണ്? 11 കഴിഞ്ഞാൽ 12, 13, 14, 15. അപ്പോൾ എത്രയാണ്? 4. അപ്പോൾ ഇങ്ങനെയും 15 കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. 9ഉം 2ഉം 11, 11ഉം 4ഉം 15.
ഇനി എന്താ, ഇനി ഇങ്ങനെ നോക്കാം. 6 6ഉം 2ഉം 8, 8ഉം 7ഉം 15. ഓക്കെ, ഇനി ഇവിടെ ഒരു സംഖ്യ വേണം. അപ്പോൾ 3 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. 3ൻ്റെ കൂടെ 7, 7ൻ്റെ കൂടെ 3 കിട്ടിയാൽ 10 കിട്ടും. 10 15 ആവാൻ നമ്മൾ 5 ചേർക്കണം. ഇനി നമുക്ക് ഡയഗ്നലി, അതായത് ഇങ്ങനെ നോക്കി നോക്കാം 15 കിട്ടുന്നുണ്ടോയെന്ന്. 6ഉം 4ഉം 10, 10ഉം 5ഉം 15 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ നോക്കിയാക്കാം. ഇങ്ങനെ നോക്കിയാലും എന്താ, 8 2ഉം 10, 10 2ഉം 15. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൽ നമുക്ക് 15 കിട്ടുക. ചതുരങ്ങളിലെ സംഖ്യകൾ വരിയായും നിരയായും കോണോട് കോൺ കൂട്ടിയാലും ഒരേ തുക കിട്ടും. അപ്പോൾ മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. എങ്ങനെ കൂട്ടിയാലും നമുക്ക് ഒരേപോലത്തെ സംഖ്യ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എന്താ, ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. (23 മുതൽ 31 വരെയുള്ള സംഖ്യകൾ എഴുതി മാന്ത്രിക ചതുരം പൂർത്തിയാക്കൂ. അപ്പോൾ എന്താണ്, 23 മുതൽ 31 വരെയുള്ള സംഖ്യകളാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ മാന്ത്രിക ചതുരം കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ സമ്മ എത്രയും നമുക്ക് നോക്കി നോക്കാം. 26 + 31 + 24. 6ഉം 4ഉം എത്രയാണ്? 10ആണ്. 10 3 11, ബാക്കി 1, 3 4 5 6 7 8, 81 നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 81 കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടണം? 81 കിട്ടണം. ഇങ്ങനെ നമുക്ക് 81 കിട്ടണം. എല്ലാ സൈഡിലും നമുക്ക് 81 81 81 ഒക്കെ കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കാം. 25ഉം 26ഉം 25 + 26 ചെയ്താൽ നമുക്ക് എത്ര കിട്ടാൻ നോക്കാം. 6ഉം 5ഉം 11, ബാക്കി 1 2 4 5, 51. ഇനി ഇത് 81 ആക്കാൻ എത്ര നമ്മൾ ആഡ് ചെയ്യണം? 81 - 51 ചെയ്യുക. 1 1 0, 5 കഴിഞ്ഞാൽ 6 7 8, 3 30. അപ്പോൾ ഇവിടെ എത്ര വരും? 30 വരും. അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയായി? 81 ഇനി ഇങ്ങനെ നോക്കി നോക്കാം. 30 + 23, 3ഉം 3 കഴിഞ്ഞാൽ 4 5, 53. അത് 81 ആവാൻ എത്ര കൂട്ടണം? 81 - 53 ചെയ്താൽ നമുക്ക് 28 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 28 എഴുതി. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 81 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഖ്യ കിട്ടും. ആ കിട്ടുന്ന സംഖ്യ എത്രയായിരിക്കും? 27 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കി നോക്കാം. ഇത് 81 ആവുന്നുണ്ടോ നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണ്, അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 30 + 27 + 24, 1 ബാക്കി 1 3 4 5 6 7 8, 81 കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് 81 കിട്ടും. അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് കൂട്ടുകാർ നോക്കി വെക്കുക. ഇനി ഇവിടെ കിട്ടുന്ന സംഖ്യ എത്രയായിരിക്കും? 29 ആയിരിക്കും. 24ഉം 28ഉം കൂടി ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് 81 നിന്ന് കൂട്ടുകാർ കുറച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇനി എന്താ, ഇതിൽ നിന്ന് ഏതാണ് എളുപ്പവഴി? അപ്പോൾ 6 3 എത്രയാണ്? 7 ആണ്. 2 3 എത്രയാണ്? 3 കഴിഞ്ഞാൽ 4 5, 5 ആണ്. 57 കിട്ടി. ഇനി എന്താ, 7ൻ്റെ കൂടെ 4 കൂട്ടുക. 7 കഴിഞ്ഞാൽ 8 9 10 11. അപ്പോൾ 11ൻ്റെ 1 നമ്മൾ ഇവിടെ ഇട്ടു, ബാക്കി 1 നമ്മൾ മേലെ ഇട്ടു. 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7 8, 81. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്കിത് നോക്കി നോക്കാം. 6 കഴിഞ്ഞാൽ 6 4 എത്രയാണ്? 6 കഴിഞ്ഞാൽ 7 8 9 10 ആണ്. 10ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 11. ബാക്കി 1 നമ്മൾ മേലെ ഇട്ടു. ഇനി എത്ര? 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5 6 7 8, 81. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും എളുപ്പം കൂട്ടുകാർക്ക്? എനിക്ക് എളുപ്പമായി തോന്നിയത് ഈ മെത്തേഡാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് നോക്കുക. ഇനി എന്താ, തണ്ണീർപ്പന്തൽ.
നോക്കി നോക്കാം. ഗണിതോത്സവത്തിന് 4 ദിവസങ്ങളിലായി വിതരണം ചെയ്ത കുടിവെള്ളത്തിൻ്റെ അളവ് നോക്കൂ. അപ്പോൾ ദിവസം 1ലെയും 2ലെയും 3ലെയും 4ലെയും അളവ് ലിറ്ററിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ 1-2 ദിവസങ്ങളിൽ ആകെ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ 1-2 ദിവസം ഇത്രയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ചെയ്ത് നോക്കാം. 437 പ്ലസ് 524. അപ്പോൾ 7ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 7 കഴിഞ്ഞാൽ 8, 9, 10, 11. അപ്പോൾ 1 താഴെ ഇട്ടു, ബാക്കി 1 മേലെ ഇട്ടു. ഇനി 3 കഴിഞ്ഞാൽ 4, 5, 6. ഇനി 5, 4 എത്രയാണ്? 9. അപ്പോൾ 961 ലിറ്റർ വെള്ളമാണ് 2 ദിവസങ്ങളിലും കൂടിയിട്ട് ചിലവായത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? 3-4 ദിവസങ്ങളിലായി കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് എത്ര? അപ്പം 3-4 ദിവസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 581ൻ്റെ കൂടെ 448 ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 8 കഴിഞ്ഞാൽ 9, 8ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 8 കഴിഞ്ഞാൽ 9, 10, 11, 12. അപ്പോൾ 12ൻ്റെ 2 നമ്മൾ ഇവിടെ ഇട്ടു, ബാക്കി 1 മേലെ ഇട്ടു. 5 കഴിഞ്ഞാൽ 6, 6 4 10. എത്രയാണ്? 1029. അപ്പോൾ 1029 ലിറ്റർ വെള്ളമാണ് 3-4 ദിവസങ്ങളിൽ ചിലവായത്. 4 ദിവസവും കൂടി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു? അപ്പോൾ അത് കണക്കൂട്ടാൻ കൂടിയിട്ട് ഇത് 4ഉം കൂടി ആഡ് ചെയ്യണം. അഥവാ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 961ൻ്റെ കൂടെ 129 കൂട്ടിയാൽ മതി. അപ്പോൾ 1029 ആണ്. 1029 പ്ലസ് 961. 9ഉം 1ഉം 10, ബാക്കി 1, 6, 7, 8, 9. 9, 1 1990 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇത് ഫുള്ളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1990 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതും ഈ 2 എണ്ണം ആഡ് ചെയ്യുന്നതും എന്താണ് കൂട്ടുകാരെ? സെയിം ആണ്. ഇനി എന്താ? കതിരണി സ്കൂളിൽ നിന്നും ഗണിതോത്സവ പ്രദർശനം കാണാൻ 281 കുട്ടികളും ആരണി സ്കൂളിൽ നിന്ന് 348 കുട്ടികളും എത്തി. ആകെ എത്ര പേരാണ് പ്രദർശനം കാണാനെത്തിയത്? അപ്പോൾ ആകെ എത്ര എണ്ണം കാണാനെത്താൻ നമ്മൾ എന്ത് ചെയ്യുക? 281ൻ്റെ കൂടെ 348 നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9 വരും. 8ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 8 കഴിഞ്ഞാൽ 9, 10, 11, 12. നമ്മൾ 2 അടിയിലിട്ടു, ബാക്കി 1 മേലെ ഇട്ടു. 3, 4, 5, 6. അപ്പോൾ എത്രയാണ്? 629 കുട്ടികളാണ് എത്തിയത്. ഇനി അടുത്തത് സ്റ്റോൾ 7 ആണ്. സ്റ്റോൾ 7 ആണ്. അതെന്താ? പാറ്റേണുകൾ പൂർത്തിയാക്കൂ. 1 + 1 1 1 + 1 1 1 ചെയ്താൽ നമുക്ക് 2 2 2 കിട്ടും. 2 2 2 + 2 2 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 2 4 2 2 4 2 2 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 444 കിട്ടി. ഇനി അങ്ങനെ അപ്പോൾ ഇവിടെ 1 1 1 ആണ്, ഇവിടെ 2 2 2 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 3 3 3 3 3 3. ഇവിടെ 4 4 4 4 4 4 5 5 5 5 5 5 6 6 6 6 6 6 7 7 7 7 7 8 8 8 8 8 9 9 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ ഇടാം. അപ്പോൾ ഇവിടെ 9 9 9 എന്ന് വരും. സോറി, എത്രയാണ് വരിക? തെറ്റിയതാണ്.
മൂന്നും കൂടി കൂട്ടിയാൽ എത്രയാണ്? 6 വരും. എത്രയാണ്? 6. ഇനി 444 പ്ലസ് 444, 4 പ്ലസ് 4 8 അപ്പോൾ 8 വരും. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 5 പ്ലസ് 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 10 ബാക്കി 1, 5 10 ബാക്കി 1 11 ബാക്കി 1, 5 10 11 എത്ര കിട്ടും? 1110 എന്ന് കിട്ടും. അപ്പം ഇനി ഇത് കൂട്ടുകാർ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം ഇവിടെ നോക്കി നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ആൻസേഴ്സ് മാത്രം ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, 1332, 1554, 1776, 1998. അപ്പോൾ കൂട്ടുകാർ ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി അടുത്തത് എന്താ? ഇനി നമ്മൾ ഈ 111 നമ്മൾ എന്ത് ചെയ്തു കൂട്ടുകാരെ? 100 പ്ലസ് 10 പ്ലസ് 1 എന്ന് എഴുതി, 200 പ്ലസ് 20 പ്ലസ് 2 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 300 പ്ലസ് 30 പ്ലസ് 3, 400 പ്ലസ് 40 പ്ലസ് 3, അങ്ങനെ എന്ത് ചെയ്യണം? കൂട്ടുകാർ എഴുതിപ്പോണം. ഇനി എന്താ, ഞാൻ ഉണ്ടാക്കിയ പാറ്റേൺ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇനി എന്താ? പച്ചത്തുരുത്ത്. അപ്പോൾ എന്താ, ഗണിത പ്രദർശനം കാണാനെത്തുന്ന എല്ലാവർക്കും ഫലവൃക്ഷത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈകൾ 1-ാം ദിവസം കൊടുത്തിട്ടുണ്ട്, 2-ാം ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആകെ അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്കിവിടെ ചെയ്ത് നോക്കാം. 238 പ്ലസ് 241, 8 കഴിഞ്ഞാൽ 9, 4 കഴിഞ്ഞാൽ 5, 6, 7, 479. ഇനി ഇത് കൂട്ടിയാൽ എത്രയാണ്? 152ൻ്റെ കൂടെ 138 കൂട്ടുക. 8 2 10 ബാക്കി 1, 5 കഴിഞ്ഞാൽ 6, 6 3 9, 2 1 2, 290 കിട്ടും. അപ്പം അങ്ങനെ പ്ലാവും പേരയും ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 402 കിട്ടും. ഇനി മറ്റേതിൽ 421 എന്ന് കിട്ടും. ഇനി എന്താ? ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് തൈയാണ്? അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? നെല്ലിയാണ്. 471. അപ്പോൾ ആൻസർ ഏതാണ്? നെല്ലിയാണ്. നെല്ലി എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ആകെ എത്ര മാവിൻ തൈയാണ് കൊടുത്തത്? അപ്പോൾ മാവിൻ തൈ എത്രയാണ് കൊടുത്തത്? 290. അപ്പോൾ ഇവിടെ 290 എന്ന് എഴുതി കൊടുക്കുക. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കൂ. അപ്പോൾ എന്താണ്? ആകെ എത്ര മാവിൻ തൈൻ്റെ പകരം നമുക്ക് എന്ത് എഴുതാം? ഇത് മാറ്റിയിട്ട് പ്ലാവിൻ തൈ എന്ന് എഴുതാം, പേര എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വെവ്വേറെ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇനി അടുത്തത് എന്താ? വിലയിരുത്തൽ പ്രവർത്തനം. ഗണിതോത്സവ സ്റ്റാളിലേക്ക് ബിബിയുടെ സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം നോക്കൂ. ക്ലാസ് 1 ഡിവിഷന് കൊടുത്തിട്ടുണ്ട്, എണ്ണവും കൊടുത്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ച ആകെ മഞ്ചാടികൾ എത്ര? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. കളർ മാറ്റിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 5 10 ബാക്കി 1, 7 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 9, 10 ബാക്കി 1, 3 2 5, 5 1 6, 600. അപ്പോൾ ക്ലാസ് 1ൻ്റെ എത്രയാണ്? 600 ആണ്.
ഇനി അങ്ങനെ ക്ലാസ് 2ൻ്റെയും ക്ലാസ് 3ൻ്റെയും ക്ലാസ് 4ൻ്റെയും ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയാൽ ഉത്തരം എത്ര കിട്ടും? ക്ലാസ് 2 525 കിട്ടും, ക്ലാസ് 3 590 കിട്ടും, ക്ലാസ് 4 ആണെങ്കിൽ 595 കിട്ടും. ഏത് ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ മഞ്ചാടി കിട്ടിയത്? എത്ര? അപ്പോൾ ഏത് ക്ലാസ്സിൽ നിന്നാണ്? ക്ലാസ് 1ൽ നിന്നാണ്. എത്ര എണ്ണം കിട്ടി? 600 എണ്ണം കിട്ടി. ഇനി എന്താ? മഞ്ചാടികളുടെ എണ്ണം ആരോഹണ ക്രമത്തിൽ എഴുതും, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 525 ആണ്. പിന്നെ ചെറുത് ഏതാണ്? 590 ആണ്. പിന്നത്തെ ചെറുത് 595, ലാസ്റ്റ് 600. അപ്പോൾ നമ്മൾ ചെറുതീന്ന് വലുതീക്ക് എഴുതി. ഓക്കെ. ഇനി അടുത്തത് എന്താ? 1120 കിട്ടാൻ ഏത് 2 ക്ലാസ്സിലെ മഞ്ചാളികളുടെ എണ്ണം കൂട്ടണം? അവ കൂട്ടി നോക്കിയാൽ നമുക്ക് ഏതാ കിട്ടുക? 525ൻ്റെ കൂടെ 595 ചെയ്താലാണ് നമുക്ക് 1120 കിട്ടുക. രണ്ട് ക്ലാസ്സിലെയും കൂടി മഞ്ചാടികളുടെ എണ്ണത്തോട് 5 കൂട്ടിയാൽ 1200 കിട്ടും. ഏതൊക്കെയാണ് ആ ക്ലാസ്സുകൾ? അപ്പോൾ ഏതൊക്കെയാണ് ആ ക്ലാസ്സുകൾ എന്ന് പറയുക? ക്ലാസ് 1ഉം ക്ലാസ് 4ഉം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ നമുക്ക് 1200 കിട്ടും. ഡൗട്ടുള്ളവർ ചെയ്ത് നോക്കുക. ക്ലാസ് 1ൻ്റെ 600 ആണ്. ക്ലാസ് 4ൻ്റെയോ? ക്ലാസ് 4ൻ്റെ 595 ആണ്. പ്ലസ് 5 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. 6 5 11 ആണ്. അത് നമുക്ക് 1200 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ്, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി എന്താ അടുത്ത ചോദ്യം? ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം 1000 ആകണമെങ്കിൽ ഇനി എത്ര കോടി വേണ്ടി വരും? അപ്പോൾ ആദ്യം ക്ലാസ്സുകളിൽ നമുക്ക് എഴുതാം. 600 ആണ്, 490 ആണ്, 525 ആണ്, 595 ആണ്. അപ്പോൾ അത് 1000 ആക്കാൻ ഇനി എത്ര എണ്ണം വേണം? അപ്പോൾ 1000ൽ നിന്നും ഈ പറഞ്ഞ ഓരോ സംഖ്യകളും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് 400 കിട്ടും, 410 കിട്ടും, 475 കിട്ടും, 405 കിട്ടും. ഇനി എന്താ? പാറ്റേൺ തുടരാമോ? അപ്പോൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട്, നമ്മുടെ എക്സാമൊക്കെ അടുക്കാനായതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എത്ര കിട്ടും? 500 കിട്ടും. ദെൻ 620, 740 കിട്ടും. അപ്പോൾ ആ പാറ്റേൺ കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. സിമ്പിളാണ്. 625, 825, 1025. ഇനി എത്ര കിട്ടും? 690 കിട്ടും, 720 കിട്ടും. ഇനി എത്ര? 550, 670, 790. ഈ കൂട്ടുകാർ ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്ക് എങ്ങനെയാണ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവയിൽ 100 വീതം കൂടുന്ന പാറ്റേൺ ഏതാണ്? ഏത് പാറ്റേൺ ആണ്? ഈ പാറ്റേൺ ബി ആണ് ആൻസർ. ഇനി എന്താ? മൂന്നാമത്തെയാണ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, മുത്തണി സ്കൂൾ സ്റ്റോറിൽ 1ാം ദിവസം 847 രൂപ കിട്ടി. 2ാം ദിവസം അവർക്ക് 500ൻ്റെയും 100ൻ്റെയും ഓരോ നോട്ടുകളും 50ൻ്റെ 5 നോട്ടുകളും 2 രൂപയുടെ 2 നാണയങ്ങളുമാണ് കിട്ടിയത്. ഏത് ദിവസമാണ് കൂടുതൽ കിട്ടിയത്? അപ്പോൾ കൂട്ടുകാരുടെ ഊഹം ഏത് ദിവസമാണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കാം. ഇനി എന്താ? എൻ്റെ ക്രിയ, എൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്രയാണ് സ്കൂളിൽ കിട്ടിയത് എന്ന്. അപ്പോൾ ഒരു ദിവസത്തെ 847 തന്നിട്ടുണ്ട് അല്ലേ. ഇനി മറ്റേതാണ് നമുക്കറിയാത്തത്. അപ്പോൾ നമുക്ക് മറ്റേത് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എത്രയാണ്? 2ാം ദിവസം അവർക്ക് 500ൻ്റെയും 100ൻ്റെയും ഓരോ നോട്ടുകളും. അപ്പോൾ 500 + 100 + എന്താ 50ൻ്റെയും
50ൻ്റെ 5 നോട്ടുകളും. അപ്പോൾ 5 × 50 പ്ലസ് എന്താ ഓരോ നോട്ടുകളും 50ൻ്റെ 5 നോട്ടുകളും 2 രൂപയുടെ 2 നാണയങ്ങളും. അപ്പോൾ 2 × 2 നാണയങ്ങളുമാണ് കിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 500ൻ്റെ കൂടെ 100 കിട്ടിയാൽ 600 കിട്ടും. ഇനി 5 × 50, അതായത് 50 + 50 + 50 + 50 + 50, 5 8 ചെയ്തെങ്കിൽ നമുക്ക് 5 5 10, 15 20 25 250 എന്ന് കിട്ടി. 250 എന്ന് കിട്ടി. ഇനി എന്താ 2ൻ്റെ 4 അതായത് 4. അപ്പോൾ എത്രയാണ്? 5ഉം 8ഉം 854 ഉത്തരം. ഓക്കെ. ഇനി 2 ദിവസങ്ങളിലും കൂടി കൂട്ടിയ കിട്ടിയ തുക എന്ന് പറയും. 2 ദിവസം കൂടി ആകെ എത്ര രൂപ കിട്ടിയെന്നാണ് പറയുന്നത്? 847 + 854. 7 കഴിഞ്ഞാൽ എത്രയാണ്? 8 9 10 11, ബാക്കി 1, 5ഉം 10ഉം 10, 5ഉം 1ഉം 6, 6 4 10, ബാക്കി 1, 8 8 16 17. 1701 നമ്മുടെ ആൻസർ. ഓക്കെ. ഇനി എന്താ? ചുവടെ നൽകിയ ക്രിയയിൽ ഏതിൻ്റെ ഉത്തരമാണ് 846? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കാം. 300 എനിക്ക് തോന്നുന്നു അതാണെന്ന്. 329 + 517. 9ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 6, 16, ബാക്കി 1 2 3 4, 5 കഴിഞ്ഞാൽ 6 7 8. അപ്പോൾ ഏതാണ്? ഡി ആണ് ആൻസർ, 846. ഇനി ഇതെന്താ കൂട്ടുകാർ? കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതണം. അപ്പോൾ ആൻസർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർ ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ കൂട്ടുകാർ ചെയ്ത് നോക്കുക. മനക്കണക്കായിട്ട് മനക്കണക്കായിട്ട് വേണം ചെയ്യാൻ. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെ എഴുതാം. അത് പറ്റുന്നില്ലെങ്കിൽ കൂട്ടുകാർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതി നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓണം എക്സാമിനുള്ളത്. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയ കാരണം പ്രീവിയസ് ഇയർ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.